ഇന്ന് നിങ്ങളുമായി സംവദിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞത്? എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതുകൊണ്ടാണ് ഇന്നിവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, അടുത്ത ഞായറാഴ്ച നമ്മിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഒരു നിശ്ചയമില്ല. എന്തും സംഭവിക്കാം. അത്ര ക്ഷണികമാണ് മനുഷ്യൻ്റെ ആയുസ്. എന്നാൽ മനുഷ്യൻ അഹങ്കരിക്കുകയാണ്. തൻ്റെ ആരോഗ്യത്തെ ഓർത്ത് അഹങ്കരിക്കുന്നു, തൻ്റെ സമ്പത്തിനെക്കുറിച്ച് അഹങ്കരിക്കുന്നു, സൗന്ദര്യത്തെക്കുറിച്ച് അഹങ്കരിക്കുന്നു, തൻ്റെ പാരമ്പര്യങ്ങളെക്കുറിച്ചെല്ലാം അഹങ്കരിക്കുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം തീരും. ഒരു നിമിഷം മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഷുഗർ ലെവല് പെട്ടെന്ന് ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ പരിപാടി. നമ്മുടെ ഷുഗർ ലെവല് പെട്ടെന്ന് അങ്ങ് താണുപോയാൽ കുഴഞ്ഞു വീണ് മരിച്ചു പോകും. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ എത്രയോ എത്രയോ പ്രാവശ്യമാണ് നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടിരുന്നത്. എവിടെയെങ്കിലും ഒരു മേജർ ബ്ലോക്ക് വന്നാൽ അവിടെ വീഴും. ഇത്രയുള്ളൂ നമ്മുടെ ആയുസ്. ഇങ്ങനെയുള്ള മനുഷ്യനാണ് അഹങ്കരിക്കുന്നത്, നിഗളിക്കുന്നത്. നിഗളിക്കാനൊന്നുമില്ല, അഹങ്കരിക്കാനൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൽ മാത്രമുള്ളതാണ്. കർത്താവ് നമുക്ക് തന്നാലാണ് ഒരു ദിവസം പോലും നമുക്കുള്ളൂ. സങ്കീർത്തനക്കാരൻ തൻ്റെ ആയുസ് എത്ര എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടി, ക്ഷണികമാണ്. അപ്പോൾ നമ്മുടെ ആയുസ് എങ്ങനെയുള്ളതാണ്, എത്രയുള്ളതാണ് എന്നതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ചില തിരുവചനങ്ങൾ വായിക്കേണ്ടത് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 47:9 വാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് ഫറവോനോട് സംസാരിക്കുന്ന ഒരു സംഭാഷണ ശകലമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ സംഭാഷണം നടത്തുമ്പോൾ മനുഷ്യ ആയുസ് എത്ര എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വലിയ ഒരു വീക്ഷണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമത് യാക്കോബ് പറയുന്നത് മനുഷ്യന്റെ ആയുസ് ചുരുക്കമാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു ചുരുങ്ങിയ കാലഘട്ടം മാത്രമുള്ളതാണ് നമ്മുടെ ആയുസ്. ആദാം 930 വർഷം ജീവിച്ചു. ഏറ്റവും കൂടുതൽ വർഷക്കാലം ജീവിച്ചിരുന്ന ആരാണെന്നറിയാമോ? മെഥൂശലഹ. അദ്ദേഹം ജീവിച്ചിരുന്നത് 969 വർഷമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ആയുസ്സിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചേ. ആ 900-ൽ നിന്ന് താഴോട്ട് വന്ന് പടവലങ്ങ കീഴ്പോട്ട് വളരുന്ന പോലെ വന്ന് 100 വയസ്സ് വരെ ജീവിച്ച കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, പഴയ ആൾക്കാർ. ഇന്ന് തുലോം ചുരുക്കമാണ്. ആ 100-ൽ നിന്നും താഴോട്ട് 90, 80, അവസാനം 70 ഇപ്പൊ 70 കഴിഞ്ഞ് താഴോട്ട് ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
30, 40, 50 ആവുമ്പോൾ ആയുസ് തീർന്നു. അത്രമാത്രം ചുരുക്കമായ ഒരായുഷ്കാലമാണ് നമുക്കുള്ളത്. അത് എത്ര, ഓരോരുത്തർക്കും എത്ര എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലർക്ക് 50 ആയിരിക്കാം, ചിലർക്ക് 70 ആയിരിക്കാം, ചിലർക്ക് 80 ആയിരിക്കാം. എത്ര ഒരറിവ് ദൈവം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സീരിയസ് ആയി കാണേണ്ട ഒരു വിഷയം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ചുരുക്കമായ ആയുസ്സിൽ യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആവേശമുള്ളവരായിട്ട് നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കണം. ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയണം. ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ, സഭയുടെ മീറ്റിങ്ങുകളിൽ കൃത്യമായി പങ്കെടുക്കുന്ന കാര്യത്തിൽ, യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന കാര്യത്തിൽ, അങ്ങനെ ആത്മീക കാര്യത്തുള്ള ബന്ധത്തിൽ. കാരണം ഇനി നമ്മൾ ഇന്ന് മരിച്ച പിന്നെ നമ്മൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് എന്നൊരു ദിവസം മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ചെയ്യാൻ കർത്താവ് അനുവദിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണ ശക്തിയോടെ നമ്മളത് ചെയ്യണം. നാളെ എന്നൊരു ദിവസം നമുക്കില്ല. ചുരുക്കമായ ഒരായുഷ്കാലമാണ് നമുക്കുള്ളത്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത് ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ ആയുസ് കഷ്ടം നിറഞ്ഞതാണ്. നമ്മുടെ ഓരോരുത്തരും ജീവിതം ഒന്ന് പഠിച്ചാൽ മതി. ഇത്രയും വർഷങ്ങൾ നമ്മൾ ജീവിച്ചു. അവിശ്വാസിയായിട്ട് കുറെ കാലം ജീവിച്ചു, വിശ്വാസിയായിട്ട് ജീവിച്ചു. എന്നാൽ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പുനഃപരിശോധന നടത്തിയാൽ, നമ്മൾ സന്തോഷിച്ചതിനേക്കാൾ അധികം നമ്മൾ കഷ്ടങ്ങളുടെ അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. കൈപ്പേറിയ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയി. വേദന നിറഞ്ഞ, ഒറ്റപ്പെടുന്ന, ഏകാന്തമാകുന്ന, വിമർശിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന, നിന്ദിക്കുന്ന, നമ്മുടെ പേര് വിടക്കെന്നെണ്ണിയിരിക്കുന്ന പല അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മനുഷ്യ ജീവിതം, മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് കഷ്ടം നിറഞ്ഞതാണ്. ഇംഗ്ലീഷിൽ പറയുന്നു അൺപ്ലസന്റ് ആണ്, സന്തോഷമില്ലാത്തതാണ്. അല്പം ചില സന്തോഷങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ വരുമെങ്കിലും പിന്നീട് പല ദുഃഖങ്ങളിലൂടെ, കണ്ണുനീരിലൂടെ, വിഷമങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഇനിയും പോകേണ്ടി വരും. ഇതാണ് മനുഷ്യന്റെ ആയുസ്. ഈ അനുഭവത്തിൽ, ഈ കണ്ണുനീര് നിറഞ്ഞ, ഈ അസന്തോഷം നിറഞ്ഞ, കഷ്ടം നിറഞ്ഞ ആ ജീവിത കാലയളവിൽ നമ്മുടെ സർവശക്തനായ കർത്താവിനെ അറിയുന്ന, കർത്താവിനെ അനുഗമിക്കുന്ന, കർത്താവിനെ സേവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ നമുക്ക് ഈ ജീവിതം കർത്താവ് തന്നിരിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ ആയുസ്. ഇതിലാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത്. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. നമുക്കുള്ള എല്ലാ സമ്പത്തും, വീടായിക്കോട്ടെ, ധനമായിക്കൊള്ളട്ടെ, ബാങ്ക് ബാലൻസ് ആയിക്കൊള്ളട്ടെ, സ്വത്തായിക്കൊള്ളട്ടെ, ഇതെല്ലാം നമ്മളിതെല്ലാം സമ്പാദിക്കുന്നുണ്ട്, നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആരനുഭവിക്കുന്നു എല്ലാം അറിവിട്ടോ. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വേറെ ആളുകളുടെ കയ്യിലേക്ക് ഇത് പോവുകയാണ്. നമ്മുടെ മക്കൾ ഇതൊക്കെ എന്ത് ചെയ്യുന്ന ആർക്കറിയാം? നമുക്ക് എല്ലാവരും കൊണ്ട് നമുക്ക് തിരിച്ചു വന്ന് അത് പിടിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത്രയുള്ളൂ നമ്മുടെ ആയുസ്. മനുഷ്യന്റെ ആയുസ് എത്ര എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.